ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും Mcvlogsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിനെ കുറിച്ച് അറിയാലോ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്നത് കപ്പയാണ്. ആ കപ്പയും ബീഫും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവമാണ് കപ്പ ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡിയാണ്. കപ്പ ബിരിയാണിക്ക് വേണ്ടി എല്ലും നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വാരിയലിൻ്റെ ഇറച്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കപ്പ ബിരിയാണിക്ക് എല്ലോട് കൂടിയ ബീഫാണ്. ആദ്യമേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എപ്പോഴും എല്ലും നെയ്യും കൂടി വരുമ്പോഴാണ് കപ്പ ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണം. 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 സ്പൂൺ വിനാഗിരി കൂടെ അതിനോടൊപ്പം ചേർക്കുക. അതിനുശേഷം പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 തണ്ട് കറിവേപ്പില തണ്ടോട് കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവിക്കാൻ വെക്കണം. ഒരു 10 വിസിലെങ്കിലും വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കണം. ബീഫ് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കണം. നമ്മളിവിടെ പാക്കറ്റ് കപ്പയാണ് ഉപയോഗിക്കുന്നത്. മലബാർ കമ്പനിയുടെ പാക്കറ്റ് കപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. മാത്രമല്ല ആലപ്പുഴയിൽ നിന്നും വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. വിദേശത്തൊക്കെ വളരെ ഫേമസ് ആയിട്ട് കിട്ടുന്ന കപ്പയാണ്. അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് ഈ കപ്പ പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത കപ്പ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് ഏതാണ്ട് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് നമുക്ക് വരുന്നത്. ഇത് മുറിച്ച് സാധാരണ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. ഇത് മുറിച്ചെടുക്കുന്നത് വളരെ ഈസിയാണ്. ഹലുവ മുറിക്കുന്ന ലാഘവത്തോടുകൂടി നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കപ്പയെല്ലാം നമ്മൾ മുറിച്ച് ചെറിയ പീസുകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ്. വിസിൽ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് പ്രഷറെല്ലാം പോയതിന് ശേഷം നമ്മൾ കുക്കറും തുറന്നു നോക്കാം. കണ്ടോ, കുക്കർ തുറന്നപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് എല്ലുമെന്ന് ഇറച്ചിയെല്ലാം വേറിട്ട് നിന്നിട്ടുണ്ട്. വാരിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അതേപോലെ എല്ലായിട്ട് മാറി നിൽക്കുന്നുണ്ട്. നെയ്യും എല്ലാം സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. അത് ഒരു ചെറിയ ചട്ടം കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വെള്ളമൊന്നും ഒഴിക്കണ്ട. വീണ്ടും കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏതാണ്ട് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ പോയതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നു. കണ്ടോ, എല്ലും നെയ്യും ബീഫും കപ്പയും കൂടെ മിക്സായി നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.